ഹായ് നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരുപാട് നാൾക്ക് കാത്തിരിപ്പിന് ശേഷമാണ് നമ്മുടെ ആര്യ നായകനായിട്ടെത്തിയ അനന്തൻ കാട് എന്ന സിനിമ റിലീസ് ചെയ്ത് ഫസ്റ്റ് ഹാഫ് കണ്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോഴത്തേക്ക് എൻ്റെ റിവ്യൂ ഒന്ന് പറയണമെന്ന് തോന്നി. ജിതിൻ കൃഷ്ണകുമാറാണ് ഡയറക്ടർ. ഇദ്ദേഹത്തിൻ്റെ മറ്റു രണ്ട് സിനിമകൾ നമ്മുടെ പൃഥ്വിരാജിനെ നായകനാക്കി ടിയാൻ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ടുണ്ട്. പിന്നെ റൺ ബേബി റൺ, അത് തമിഴിലുള്ള റൺ ബേബി റൺ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് സിനിമകളും അത്ര വലിയ ഒരു സംഭവമായിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. ടിയാനൊക്കെ ശോക സിനിമയായിരുന്നു. ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മുരളി ഗോപിയാണ്. കഥ, തിരക്കഥ, സംഭാഷണ, സംവിധാനമൊക്കെ നമ്മുടെ മുരളി ഗോപിയാണ്. സിനിമയിൽ ഒരു ഗംഭീര കാസ്റ്റിംഗ് തന്നെ ഉണ്ട്. അതായത് നമ്മുടെ തെലുങ്ക് നടൻ സുനിലുണ്ട്, പിന്നെ നമ്മുടെ ഇന്ദ്രൻസിൻ്റെയൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ നമ്മുടെ വിജയരാഘവൻ ഒരു മുഖ്യമന്ത്രിയുടെ ഇതിനകത്ത് എത്തുന്നുണ്ട്. ഗോകുലം ഗോപാലനാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. സിനിമോട്ടോഗ്രാഫിയും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കിട്ടുമായിട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതലും നൈറ്റ് ഷോട്ടാണ് കാണിക്കുന്നത്. 90s 80s കാലഘട്ടമാണ് ഇതിനകത്ത് ഈ സിനിമയുടെ തുടക്കം കാണിക്കുന്നത്. അത് നമ്മുടെ ഈ തമിഴ് പുലി പ്രഭാകരൻ, തമിഴ് പുലികളും അതുപോലെ തന്നെ തമിഴ്നാട്ടിലുള്ള തമിഴന്മാരും തമ്മിലുള്ള ചില പ്രശ്നങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ആര്യ ഇതിനകത്ത് വെട്രി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് എത്തുന്നത്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് കേട്ടോ. ഫസ്റ്റ് തുടങ്ങി അതിൻ്റെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരു വെടിവെപ്പും സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. കിഡിലം മേക്കിംഗ്, ഒരു രക്ഷയില്ലാത്തൊരു മേക്കിംഗ് ആണ്. ഞാൻ പ്രതീക്ഷയില്ല, കാരണം പുള്ളിയുടെ രണ്ട് സിനിമകളും ഇതായതുകൊണ്ട് ഇത്രയും വലിയൊരു ഗംഭീര ഇതാവുമെന്ന് പ്രതീക്ഷയില്ല. പക്ഷേ മോശമല്ലാത്ത രീതിയിൽ തന്നെ നല്ല കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുരളി ഗോപിയുടെ ഒരു ക്യാരക്ടറുണ്ട്. മുരളി ഗോപിയുടെ ക്യാരക്ടർ തങ്കൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. പുള്ളി നമ്മുടെ ഈ തിരുവനന്തപുരം സ്ലാഗാണ് സംസാരിക്കുന്നത്. ചൂളയാണ് കാണിക്കുന്നത്. ചൂള പ്രദേശം, അവിടുത്തെ ഒരു ചെറിയ ഗുണ്ടാ സെറ്റപ്പ് ഒക്കെ ആയിട്ട് പോകുന്നു. ചില കൊട്ടേഷൻ പരിപാടിയൊക്കെ ആയിട്ടാണ് ഇവർ ഒരു ഗ്യാങ് ഉണ്ട്. നമ്മുടെ അപ്പാണി ശരത്ത്, അതുപോലെ തന്നെ ഇന്ദ്രൻസ്, പുള്ളിയൊക്കെ ആയിട്ടുള്ള ഒരു ഗ്യാങ് ഉണ്ട്. പിന്നെ കുറച്ച് നാൾ ഇവർ ഇതിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് പിന്നെ ഒരു ഗാനമേള ട്രൂപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. അത് നല്ല നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ചൂളയുടെ ആ ഒരു സംഭവമൊക്കെ അതൊക്കെ അടിപൊളിയായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ വെട്രി, അതായത് നമ്മുടെ ആര്യ ഇവരുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. ഷാരി ആരാണെന്നുള്ള സംഭവമൊന്നും ഇവർക്ക് അറിയത്തില്ല. അത്യാവശ്യം നൈസായിട്ടാണ് ഇതുവരെ സിനിമയുടെ ഒരു കഥ ഇങ്ങനെ പോകുന്നത്. കാരണം മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, അതിനകത്ത് ശക്തമായിട്ടുള്ള പുള്ളിയുടെ ഒരു പൊളിറ്റിക്സ് എല്ലാ സിനിമയിലും പറയുന്ന പോലെ ഈ സിനിമയ്ക്കകത്തും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് പറയുന്നുണ്ട്. കോളേജിൽ കയറിയൊക്കെയുള്ള ഒരു ഫൈറ്റിംഗ് ഒക്കെ ഉണ്ട്. ഇൻട്രോൽ പഞ്ചിനുള്ള ഒരു ഫൈറ്റ്, കിഡിലം ഫൈറ്റാണ്, ഒരു രക്ഷയില്ലാത്ത സാധനം. ആര്യ അങ്ങോട്ട് പൂണ്ട് വിളയാടിയിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഹാഫിൽ എന്താണ് എന്നുള്ളതാണ്. ഫസ്റ്റ് ഹാഫ് നല്ലൊരു സംഭവത്തിലാണ് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. കിഡിലൻ സാധനത്തിലാണ് ഫസ്റ്റ് ഹാഫ് നല്ല കിഡിലൻ സംഭവത്തിലാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രാഫിക്സ് ആണെങ്കിലും ഒക്കെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. കേരളം, തമിഴ്നാട്, അതുപോലെ തന്നെ നമ്മുടെ ശ്രീലങ്ക, അങ്ങനെ ആ ഒരു ബോർഡറിൽ നടന്നിട്ടുള്ള 90s 80s നടന്നിട്ടുള്ള ഒരു കഥയുമായി ബന്ധപ്പെട്ടാണ് ഈ സിനിമയുടെ ആ ഒരു പിന്നെ 90s 80s നടന്നിട്ടുള്ള ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് സിനിമയുടെ കഥ ഇങ്ങനെ പോകുന്നത്. പെർഫോമൻസ് വൈസ് ഇതുവരെ ചെയ്തിട്ടുള്ളവരെല്ലാം കിഡിലായിട്ട് ഇതുണ്ട്. സുനിൽ, നമ്മുടെ തെലുങ്ക് നടൻ സുനിലിനകത്ത് ഒരു പോലീസ് ഓഫീസറിൻ്റെ വേഷത്തിനകത്ത് എത്തുന്നത്. പുള്ളിയും നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറാണ് കാണിക്കുന്നത്. നമ്മുടെ വിജയരാഘവൻ കത്തി കയറി വരുന്നതേ ഉള്ളൂ. ഇനി സെക്കൻഡ് ഹാഫിൽ എന്താണ് എന്നുള്ള ഒരു ആകാംക്ഷയാണ്. എന്തായാലും ഇൻട്രോയിൽ പഞ്ച് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് ഗംഭീര സാധനത്തിലാണ് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. അടിപൊളി ആക്ഷനാണ്. അതുപോലെ തന്നെ മേക്കിംഗ് കിട്ടുമായിട്ടുണ്ട്. കൂടുതലും നൈറ്റ് ഷോട്ടാണ്. അപ്പോൾ ആ നൈറ്റ് ഷോട്ടിൻ്റെ ആ ഒരു കളർ ഗ്രേഡിങ്ങും കാര്യങ്ങളൊക്കെ നല്ല നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെ സിനിമ ഓക്കെയാണ്. ഇനി സെക്കൻഡ് ഹാഫ് എന്താണ് എന്നുള്ള ഒരു കാത്തിരിപ്പിലാണ്. അപ്പോൾ ആര്യ കുറേ നാൾക്ക് ശേഷമാണ് മലയാള സിനിമയിൽ അഭിനയിക്കുന്നത്. ഇത് മലയാളം, തമിഴ്, തെലുങ്ക് ഏതാണ്ട് 4-5 ഭാഷയിലായിട്ടാണ് സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടിട്ട് ഫുൾ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. ഇതുവരെ ഓക്കെയാണ്. അപ്പോൾ കാത്തിരിക്കാം.